ക്രമസമാധാനം പരിപാലിക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ ഇടപെടാൻ വേണ്ടി നേതൃത്വം തയ്യാറാകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പോലീസുകാരെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. വാട്ടർ അതോറിറ്റിയുടെ കൗണ്ടറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് ശുദ്ധജലം വീടുകളിൽ എത്തിക്കുക. ഈ പദ്ധതിക്ക് ആരംഭിച്ച ഞങ്ങളാ. ഇതിനെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. ഇപ്പം നെട്ടയത്തുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ. RC ലേക്കെതിരെ അടക്കം സമരം നയിച്ച എല്ലാവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. കാരണം നാടിൻ്റെ സമാധാനം തകർക്കാനുള്ള ഒരു പരിശ്രമമാണ് നെട്ടയത്തുണ്ടായത്. കാരണം പുറത്തു നിന്നുള്ള ആളുകൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു, മർദ്ദിക്കുന്നു, അത് ചെറുക്കാൻ നാട്ടുകാർ സംഘടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ചില ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ടായി. ഈ അക്രമികളായിട്ടുള്ള ആളുകളെ അമ്പല കാമ്പൗണ്ടിനകത്ത് താമസിപ്പിക്കുന്നു. പോലീസ് അവിടെ റെയ്ഡ് ചെയ്ത് പ്രതികളെ പിടിക്കുമ്പോൾ അമ്പലത്തിലേക്ക് കടന്നു കയറിയെന്ന് ആരോപിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിച്ച ഒന്നാണ്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, SHOയോട് ലീവിൽ പോകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറുടെ നടപടി ശരിയല്ല എന്ന് MLA എന്ന നിലയിൽ ഞാനത് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് തലത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ ക്രമസമാധാന നില പരിപാലിക്കുന്നതിനാണ് പോലീസ് ഇടപെട്ടത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാനൊക്കെ നിരവധി കേസുകളിൽ വഴി തടഞ്ഞതിനും പ്രകടനം നടത്തിയതിനൊക്കെ കേസ് പ്രതിയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്രമസമാധാനം പരിപാലിക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ ഇടപെടാൻ വേണ്ടി നേതൃത്വം തയ്യാറാകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പോലീസുകാരെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അല്ല, അതൊക്കെ അദ്ദേഹം അന്വേഷിക്കട്ടെ. അദ്ദേഹമാണല്ലോ ഇപ്പം മേയർ. അപ്പോൾ അദ്ദേഹം ഫയലൊക്കെ എടുത്ത് പരിശോധിച്ച് ക്രമക്കേടുകളുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ. അതിലാർക്കാ തടസ്സമുള്ളത്? അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഈ പറയുന്ന മേയർ ഉൾപ്പെടെ കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ കൗൺസിൽ അംഗങ്ങളായിരുന്നവരാണല്ലോ. അവരറിയാതെ ഇതൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPയുടെ ആളുകൾക്കാണല്ലോ ഭൂരിപക്ഷം കഴിഞ്ഞ ഭരണസമിതിയിൽ. അവരറിയാതെയാണോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്? അപ്പൊ അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭരണസമിതി ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ്. ടെൻഡർ വിളിക്കും, അത് കൗൺസിൽ അംഗീകരിക്കണം, ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കണം, പർച്ചേസ് മാനുവൽ നോക്കണം. ഇതൊക്കെ നോക്കാനാണ് സെക്രട്ടറിയെയും മറ്റുദ്യോഗസ്ഥരെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരട്ടെ, അന്വേഷണം നടക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം, അതില് ഞങ്ങളാരും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന അദ്ദേഹം എന്താ നടപടി എടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അരുവിക്കരയിൽ 75 MLD കപ്പാസിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് 2015 മേയർ എന്ന നിലയിൽ നേതൃത്വം കൊടുത്ത് നമ്മൾ സ്ഥാപിച്ചത്. അതിനുശേഷം നഗരത്തിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥരെ വിരട്ടലും ഭീഷണിപ്പെടുത്തലും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതായത് പ്രതിപക്ഷത്തിരുന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം ഭരണത്തിൽ കൂടി വരുമ്പോൾ ചെയ്യുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാൻ മേയർക്ക് കഴിയുക? അപ്പൊ ഇത് കാണിക്കുന്നത് ഇതൊന്നും പരിഹരിക്കലല്ല ഇവരുടെ ലക്ഷ്യം. ഇപ്പോഴും ഞങ്ങളൊക്കെ പ്രതിപക്ഷത്താണ് എന്നുള്ള ധാരണ ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. അതേ രീതിയിൽ ഇടപെടുകയാണ്. അപ്പൊ 75 MLD കപ്പാസിറ്റിയുള്ള കുടിവെള്ള പ്ലാന്റ് അന്ന് സ്ഥാപിച്ച് അന്ന് ഞങ്ങളടക്കം പോയിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. വാട്ടർ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്വമെങ്കിൽ പിന്നെ മേയർക്ക് എന്തിനാ? മാലിന്യം പരിഹരിക്കാൻ ഗവൺമെന്റ് വരട്ടെ, ലൈറ്റ് കത്തിക്കാൻ KSEB വരട്ടെ, കുടിവെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറുടെ ജോലി എന്താ? നഗരസഭയുടെ ജോലി എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്നവരായി ഇന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കാലഘട്ടത്തിലാണ് സുജലം സുലഭം പദ്ധതി നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ ഈ നഗരത്തിൽ ഏതാണ്ട് 35 അല്ലേ ടാങ്കറുകൾ, 70 മുകളിൽ ടാങ്കറുകളുണ്ട്. ഇത് കോർപ്പറേഷന്റെ സ്വന്തം വണ്ടികളല്ല. ഞങ്ങളുടെ പദ്ധതിയുടെ സ്കീമിന്റെ പ്രകാരം അന്ന് സ്വകാര്യ ടാങ്കറുകൾ, കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറുകളെ അടക്കം രജിസ്ട്രേഷൻ നടത്തി ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി വാട്ടർ അതോറിറ്റിയുടെ കൗണ്ടറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് ശുദ്ധജലം വീടുകളിൽ എത്തിക്കുക. ഈ പദ്ധതിക്ക് ആരംഭിച്ച ഞങ്ങളാ. ഇതിനെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. 70-ലധികം ടാങ്കറുകൾ തിരുവനന്തപുരം നഗരസഭയുടെ രജിസ്ട്രേഷൻ നടത്തി ഓടുകയാണ്. എവിടെയെങ്കിലും പൈപ്പ് പൊട്ടി വെള്ളം മുട്ടിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ പൈപ്പ് പൊട്ടിയത് കൊണ്ടാണ് വെള്ളം കിട്ടാത്തത്, ആ സ്ഥലങ്ങളിൽ വെള്ളം കൊടുക്കാനാണ് ഈ സംവിധാനം. സൗജന്യമായി ഗവൺമെന്റ് നഗരസഭയ്ക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കാം. അപ്പൊ ഇങ്ങനെയെല്ലാം അധികാരങ്ങൾ നഗരസഭയ്ക്ക് ഉള്ളപ്പോഴാണ് ഇതെല്ലാം വാട്ടർ അതോറിറ്റിയാണ് നോക്കേണ്ടത്.
എങ്കിൽ പിന്നെ നഗരസഭ എന്തിനാ? നഗരസഭ പിരിച്ചുവിട്ട് വാട്ടർ അതോറിറ്റിയെയും KSEBയെയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ പോരെ? അപ്പൊ ഇതുവരെ നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത നിലയിലുള്ള അപഹാസ്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മേയറുടെ ചുമതല ഞങ്ങളൊക്കെ ചെയ്തത് ഈ പറയുന്ന വാട്ടർ അതോറിറ്റി, KSEB, ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെയൊക്കെ സമയബന്ധിതമായി വിളിച്ചുകൂട്ടി ഏകോപനം നടത്തി പദ്ധതികൾ നടപ്പാക്കി കാണിക്കുക എന്നുള്ളതാണ്. 5 മാസം പിന്നിട്ടിട്ടും അത്തരം ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല, അത് ഇപ്പോഴത്തെ ഭരണസമിതിയാണ് അത് പരിശോധിക്കേണ്ടത്. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് നഗരത്തിൽ കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായി അത് പരിഹരിക്കാൻ സ്മാർട്ട് സിറ്റി സ്കീമിന്റെ ഭാഗമായി 25 കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ചത്. ഇതിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് ഇവർ നോക്കണ്ടേ? ഇവർ 5 മാസം കൊണ്ട് എന്തോ മാജിക് കാണിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഉള്ള സംഗതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ തന്നെ പരാതിരഹിതമായി തിരുവനന്തപുരം നഗരത്തെ മുന്നോട്ട് നയിക്കാം. നമുക്ക് ഏതാണ്ട് 10-35-ലധികം ശുചിമുറികളുണ്ട്, 25-ലധികം വാട്ടർ കിയോസ്കുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇതിനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നും ഇവർ ചെയ്യേണ്ട. അപ്പോൾ ഉള്ളതിനെ ഇല്ലാതാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. സ്മാർട്ട് കിയോസ്കുകൾക്ക് ബില്ലടച്ചിട്ടില്ലെങ്കിൽ ബില്ലടയ്ക്കണം. അതിലൊക്കെ സ്മാർട്ട് സിറ്റി സ്കീമിൽ ഫണ്ടുണ്ട്. ആ ഫണ്ട് ശേഖരിച്ച് അടയ്ക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മഴ പെയ്യില്ലെങ്കിൽ തിരുവനന്തപുരംകാരുടെ കാര്യം കഷ്ടത്തിലാവുമെന്നാണ് കാണേണ്ടത്.